ഗവർണർ സർക്കാർ പോര് വീണ്ടും കൊഴുക്കുന്നു. KTU മുൻ VC സിസ തോമസിനെതിരായ സർക്കാരിന്റെ അച്ചടക്ക നടപടി റദ്ദാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ ഉടൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് അറിയുന്നു. സിസ തോമസിനെ നേരത്തെ ഗവർണറാണ് VCയായി നിയമിച്ചത്. ഇതിനുള്ള പ്രതികാര നടപടിയെന്നോണം ഇവരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും സർക്കാർ പൂർണ്ണമായും തടഞ്ഞു. ഗവർണറോടുള്ള പക തീർക്കലാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് ആക്ഷേപം ശക്തമാണ്. സിസ തോമസ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളായി കഴിഞ്ഞ മാർച്ചിൽ വിരമിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഇവർക്കെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടിയുടെ ഭാഗമായി പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. KTU മുൻ വൈസ് ചാൻസലർ രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ഗവർണർ യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ പ്രകാരവും UGC ചട്ടങ്ങൾ പ്രകാരവും സിസ തോമസിനെ താൽക്കാലിക വൈസ് ചാൻസലർ ആയി നിയമിച്ചത്. ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ സിസയുടെ നിയമനം നിയമപരമാണെന്ന് കോടതി വിധിച്ചു. തുടർന്ന് ഇവരെ കുരുക്കാൻ പുതിയ നീക്കം നടത്തി. സർക്കാരിന്റെ അനുമതി കൂടാതെ വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുത്തു എന്ന് ആരോപിച്ച് സിസ തോമസിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. തനിക്കെതിരായുള്ള സർക്കാരിന്റെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരെ സിസ തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചെങ്കിലും ശിക്ഷാ നടപടികൾ തുടരാമെന്ന് ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയാണ് സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും സിസ തോമസിനെ ചാൻസലർ നിയമിച്ചത് യൂണിവേഴ്സിറ്റി ചട്ടങ്ങളും UGC ചട്ടങ്ങളും അനുസരിച്ചാണെന്നും ഉത്തരവിട്ടു. പ്രസ്തുത വിധിക്കെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയെന്ന് വിവരാവകാശ നിയമപ്രകാരം സിസ തോമസിനെ അറിയിച്ചത്. ഗവർണറോടുള്ള പക തീർക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നടപടിയെന്ന് ആക്ഷേപമുണ്ട്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ സജി ഗോപിനാഥിനാണ് KTUവിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. സർവകലാശാല നിയമപ്രകാരം 6 മാസത്തിൽ കൂടുതൽ ഇവിടെ താൽക്കാലിക VC തുടരാൻ പാടില്ലെന്ന് ചട്ടമുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 മാസമായി സജി ഗോപിനാഥ് KTU VCയായി തുടരുന്നത് ചട്ടവിരുദ്ധമാണെന്നും അനധികൃതമാണെന്നും ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും സർക്കാരിനും കത്ത് നൽകിയിട്ടും ബദൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല.